ഞാനാണ് എന്താണ് വിഷയം പറയാനുള്ളത്? എന്താണ് ബിഗ് ബോസ് കഴിഞ്ഞ്? അതെ, ബിഗ് ബോസ് കഴിഞ്ഞ് ഇനി ഇപ്പോൾ റിയാലിറ്റിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെ സംഭവങ്ങൾ പ്രശ്നങ്ങൾ എല്ലാമേ നമുക്ക് ഇനി നോക്കണം. വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസും കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ എല്ലാത്തിനും ഫോക്കസ് ഉണ്ട്, പോസിറ്റീവിന് മാത്രം കൂടുതൽ ഫോക്കസ് ഉണ്ട്. നോക്കാം. ഹാപ്പിയാണോ? ഐ എം ഹാപ്പി. മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിലുള്ള ഒരു പെർഫോമൻസ് അവിടെ? പെർഫോമൻസ് നിങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ അവിടെ 6th പൊസിഷനിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. 6th കണ്ടസ്റ്റൻ്റായിട്ടാണ് എഴുതിയിട്ടായത്. അപ്പോൾ അതിലെ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ അത്രയും ദൂരം എനിക്ക് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. സോ വളരെ വളരെ നന്ദി എല്ലാവരും. ഒരു ടോപ്പ് 5ലേക്ക് എത്താൻ പറ്റാത്തതിൽ ഒരു വിഷമമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല മിഡ് വീക്ക് എഡിക്ഷൻ. പെട്ടെന്നായിരുന്നു ആ ഒരു സംഭവം പറഞ്ഞു, പിന്നെ പെട്ടെന്നായിരുന്നു നടന്നത്. അത് ഇത്തിരി വിഷമം ഉണ്ടായിരുന്നു. ഏன்னா ലാൽ സാറെ കണ്ടിട്ടില്ല, പിന്നെ വീഡിയോ ഇൻട്രോ അതൊന്നും കണ്ടിട്ടില്ലാന്ന് വിഷമം. ഇറ്റ്സ് ഓക്കെ. പിന്നെ വന്നിട്ട് ഫിനാലേക്ക് കണ്ടല്ലോ, അത് എല്ലാവരും കണ്ടു. അത് ഒരു വേറെ ലെവലിൽ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, എന്നാലും ഒരു 100 ഡേയ്സിന്റെ ഒരു തൊട്ടടുത്ത് വരെ വന്നിട്ട് പോയതില്ലൊരു അല്ല, അതുണ്ട്, വിഷമം ഉണ്ടാവും. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനിയിപ്പോൾ വേറെ നമ്മുടെ പ്രോജക്ട്സ് അത് ഇതിന് മുന്നോട്ട് പോകാനുണ്ട്. ഓക്കെ, ജിൻഡോ ആണ് കപ്പടിച്ചിരിക്കുന്നത്, എന്താണ് പറയാനുള്ളത്? ജിൻഡോ ചേട്ടൻ ഹി ഡിസേർവ്സ്. ഇവർ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് വന്നിട്ട് നല്ല എഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യുന്ന ഒരു പേഴ്സണാണ് ജിൻഡോ ചേട്ടൻ. സോ ഹി ഡിസേർവ്സ്. ഈ നിങ്ങളുടെ ഒരു കുടുംബോ ഭയങ്കരമായിട്ട് ഹിറ്റാണ് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക്. ശ്രീജൽ എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് എന്താ പറയുക? നല്ലൊരു ഫ്രണ്ടാണ് അർജുൻ. നല്ലൊരു ഗുഡ് ഹ്യൂമൻ ബീയിങ് ആണ്. ഉള്ളിൽ വന്നിട്ട് അത്രയും ലൈക്ക് എനിക്ക് വേണ്ടി സപ്പോർട്ട് ഓക്കെ, അതിനാണ്ട് ലൈക്ക് കെയറിങ് നല്ല ഒരു വ്യക്തിയാണ്. എനിക്ക് വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു പല സിറ്റുവേഷൻസും. കുറെ ആളുകൾ ഇതൊരു ലവ് ട്രാക്ക് ആണെന്നുള്ള രീതി പറയുന്നുണ്ട്. അല്ല, അത് നോർമലി അങ്ങനെയാണല്ലോ. ഒരു ഗേൾ ആൻഡ് ബോയ് നമ്മൾ എൻജോയ് ചെയ്യുമ്പോൾ ലവിനെ അവർ വിചാരിക്കും. പക്ഷേ വി ആർ ഗുഡ് ഫ്രണ്ട്സ്. ഈ സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെയാണോ തീരുമാനം, അതോ ഈ ഇത്ര ഇങ്ങനെ സോഷ്യൽ മീഡിയ അറ്റാക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ, സൈബർ അറ്റാക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ സാധാരണ എല്ലാവരും പിന്മാറുക? ഇല്ല, ആക്ച്വലി അത് ഇല്ല, ആക്ച്വലി എന്താണെങ്കിൽ അറ്റാക്കുള്ളത് ഞാൻ വെളി വന്നിട്ടാണ് അറിഞ്ഞത്. അതുപോലെ കുറേ അറ്റാക്സ് ഉണ്ടായിരുന്നു. അത് മെയിനാണ് മമ്മിയുടെ എതിരെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അത് ഐ തിങ്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. പ്രോബ്ലം അത് ശരിക്കും മനസ്സിലായിട്ടില്ല തോന്നുന്നു. അതുകൊണ്ടാണ് അതൊക്കെ ആവശ്യമില്ലാണ്ട് അറ്റാക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മേ ബി ഇനി മനസ്സിലാക്കും. ഇനി ഞാൻ വെളി വന്നല്ലോ, ഇനി ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്ന എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കും. ഈ മലയാളം പഠിച്ചോ? മലയാളം പഠിച്ചതാ? അർജുനല്ല, ഞാൻ പറഞ്ഞു പഠിച്ചു. ഇനിയിപ്പോ ബിഗ് ബോസ് മലയാളം സീസണിൽ നിന്ന് മാറി ഇനിയിപ്പം വീണ്ടും തമിഴ്നാട്ടിൽ തന്നെയാണ് തുടരുന്നത്. അപ്പൊ എങ്ങനെയാണ് മലയാളം വീണ്ടും മറന്നു പോകും? ഇല്ല, മാർക്കില്ല. മലയാളം സീരിയലൊക്കെ ശ്രീതു തന്നെ ഡബ് ചെയ്യും? അങ്ങനെയല്ല, ഇപ്പൊ ഞാൻ വന്നിട്ട് മൂവി കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. സോ അത് ബേസിലാണ് പോകുന്നത്. അല്ല ആപ്പിൾ രണ്ടാളെ ആപ്പിൾ എവിടെ പോകണ്ട? വീട്ടിൽ പോണം. എപ്പോഴാ പോവാ നാട്ടിലേക്ക്? കൊണ്ടുനാക്കാൻ പോകുന്നുണ്ടോ? എയർപോർട്ടിൽ കൊണ്ടുനാക്കാൻ പോകുന്ന? എങ്ങനെയുണ്ട് അർജുന്റെ ഗെയിം? എങ്ങനെയുണ്ടായിരുന്നു കണ്ടിട്ട്?